ഹലോ ഡിയേഴ്സ്, പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശുക്ല അവരുടെ മുഖത്തും വായിലേക്കും ഒഴിക്കാറുണ്ടെന്ന്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെപ്പറ്റിയാട്ടോ. അതുപോലെ തന്നെ വേറെ ആൾക്കാർ ചോദിച്ചിരുന്നത് ഈ ശുക്ലം മുഖത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ യുവത്വം കൂടുമെന്നും മുഖക്കുരു മാറുമെന്നും ഭയങ്കര ഗ്ലോ ഒക്കെ കിട്ടും, ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്നാൽ അതിന് സയൻറ്റിഫിക്കലി ഒരു പ്രൂഫൊന്നുമില്ല, അതിനൊരു സയൻറ്റിഫിക് അടിത്തറയൊന്നുമില്ല ഈ കാര്യം പറയുന്നതിൽ. ഓക്കെ, മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈംഗിക രോഗം ഉള്ള ആളുകളിൽ നിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലൈംഗിക രോഗമൊക്കെ പകരാനിടയുണ്ട്. അതുമാത്രമല്ല അലർജിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങൾ ഒരു കിറ്റ് പരിചയപ്പെടുത്താറുണ്ട്. സ്റ്റുണ്ട് നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു കിറ്റാണിത്. നിങ്ങളുടെ സ്കിൻ ടൂൺ എന്തും ആയിക്കോട്ടെ അതിനൊക്കെ പറ്റിയിട്ടുള്ള എല്ലാ സ്കിൻ ടൂണിനും പറ്റിയിട്ടുള്ള ഒരു കിറ്റാണിത്. ആ പാക്കിലുള്ള ഒന്നാണ് GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള വൈറ്റമിൻ സിൻ്റെ ഫേസ് വാഷ്. ആദ്യം നമ്മളൊരു വാം വാട്ടറിലൊക്കെ മുഖം ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾ കുറച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ സർക്കുലർ മോഷനിൽ നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. വൈറ്റമിൻ സി അടങ്ങിയതുകൊണ്ട് റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നുള്ളതാണ് വൈറ്റമിൻ ഇ അടങ്ങിയ സൺ പ്രൊട്ടക്ഷനുള്ള മോയ്സ്ചറൈസർ. SPF 50 ഉണ്ട്. നിങ്ങൾക്ക് സണ്ണിൽ നിന്ന് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത് പുറത്തൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. കൂടെ ഫേസ് ടൂണിൻ്റെ ഒരു ക്രീമുണ്ട്. നിങ്ങളുടെ മുഖക്കുരുവൊക്കെ മാറാൻ വേണ്ടിയിട്ടും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിൻ്റെയൊക്കെ ചുറ്റുമുള്ള കറുപ്പ് പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നത്. ഇതിൽ ചന്ദനവും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ക്രീമാണ്. ഓക്കെ, GMP സർട്ടിഫൈഡാണ്. ഫേസ് ക്രീമിൽ വൈറ്റമിൻ എ, ബി, സി ഇവയെല്ലാം അടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ മുഖമൊക്കെ ഒന്ന് ക്ലീനപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടോ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ കിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്തേക്കാം. വേണ്ടൊരു വാങ്ങി ഉപയോഗിച്ചോളൂ കേട്ടോ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷൻ സ്ത്രീയുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ വായിലേക്കൊക്കെ അവരുടെ ശുക്ലം വീഴ്ത്തുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, അപ്പോൾ ഇൻഫെക്റ്റഡ് അല്ലാത്ത ഒരാളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം, അല്ലെങ്കിൽ അധികം അലർജിക് റിയാക്ഷൻ ഒന്നും ഇല്ലാത്തൊരു സ്ത്രീയാണെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല. എന്നാൽ എന്തെല്ലാം തരത്തിലുള്ള രോഗമുള്ളവർ, ഒരുപക്ഷെ ചിലർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലരുണ്ടാവില്ല, ടെസ്റ്റ് ചെയ്താലേ അറിയുള്ളൂ. ഒക്കെ എന്തെങ്കിലും ലക്ഷണമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം പങ്കാളിക്ക് ഇത് പകരാനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെ രോഗങ്ങളാണെന്ന് ആദ്യം നോക്കാം. ഹെർപ്പസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ അത് നീര് വെക്കാനും പിന്നീട് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാൻ വരെ കാരണമാവാറുണ്ട്. ക്ലെമഡിയ ഉള്ള ആൾക്കാരിലാണെങ്കിൽ കണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ റെഡ്നെസ് ഉണ്ടാവാനും ബേണിങ് ഉണ്ടാവാനും അതുമാത്രമല്ല അവർക്ക് കണ്ണിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുപോലെ ജെനിറ്റൽ വാർഡ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അതായത് സ്വകാര്യ ഭാഗത്തൊക്കെ ഇങ്ങനെ അരിമ്പാറ പോലെയൊക്കെ ഇങ്ങനെ വരുന്ന ഇങ്ങനെയുള്ളവരും ഇതുപോലെയുള്ള ഓറിലേക്ക്, അത് പലതരത്തിലുണ്ട്. HPV ആണ് ഇതിൻ്റെ വൈറസ് അല്ലെ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇത് ചിലതൊക്കെ ക്യാൻസറിന് കാരണമാകും, ചിലതൊന്നും ക്യാൻസറിന് കാരണമാവില്ല. വാട്സൊക്കെ വരുന്നത് മിക്കതും ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെ ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ത്രോട്ടിലൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ വരാനും ചിലർക്ക് ക്യാൻസർ ഉണ്ടാവാനൊക്കെ കാരണമാകാറുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് C, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് A ഇവയൊക്കെ ഉള്ളവരും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അതുപോലെ HIV ഒക്കെ വളരെ കൂടുതലും യോനിയിലൂടെയുള്ള ലൈംഗികബന്ധത്തിലൂടെയൊക്കെയാണ് കൂടുതലും ഉണ്ടാകുന്നത്. അതുപോലെ മലദ്വാരത്തിലുള്ള ലൈംഗികബന്ധത്തിലൂടെയൊക്കെ. പക്ഷേ ചെറിയൊരു ചാൻസ് ഇങ്ങനെയൊക്കെ ഓറിലേക്ക് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് HIV കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സേഫായിട്ടുള്ള ലൈംഗികബന്ധത്തിന് തയ്യാറാവണം. അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ കുറേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാലും ഇപ്പോൾ ഉറകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരില്ല എന്നല്ല കേട്ടോ, വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പൂർണ്ണമായിട്ടും വരാതിരിക്കുന്നില്ല. അപ്പം വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുഖക്കുരോ മുഖത്ത് പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണിനിട്ട് കറുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.